മൊബൈൽ നിരക്ക് കൈ പൊള്ളിക്കും. തോന്നിയതുപോലുള്ള ഉപയോഗം കുറച്ചേ മതിയാവൂ. രാജ്യത്ത് മൊബൈൽ നിരക്ക് വർധന ജൂലൈ 3 മുതൽ. ഏറ്റവും കൂടുതൽ മൊബൈൽ ഉപഭോക്താക്കളുള്ള റിലയൻസ് ജിയോ 12.5% നിന്ന് 25% വരെ വർധനമുണ്ടാകുന്നു. വിവിധ പ്ലാനുകളിൽ എല്ലാം വർധനവ് പ്രതീക്ഷിക്കാം. ഇതിന് പിന്നാലെ എയർടെല്ലും വോഡാഫോണും ഐഡിയയും നിരക്ക് വർദ്ധിപ്പിക്കും. ഇപ്പോൾ തന്നെ എയർടെൽ നിരക്ക് വർദ്ധിപ്പിച്ചതായിട്ടാണ് അറിയുന്നത്. റിലയൻസ് ജിയോയുടെ 1599 രൂപയുടെ 24 GB വാർഷിക പ്ലാൻ ഇനി മുതൽ 1899 രൂപയാവും. 340 രൂപയുടെ വർധനവ്. പ്രതിദിനം 2.5 GB ഉള്ള 2999 രൂപയുടെ പ്ലാൻ 3599 രൂപയാവും. 600 രൂപയുടെ വർധനവുണ്ടാവും. പ്രതിദിനം 2 GB മുകളിൽ ഡാറ്റയുള്ള പ്ലാനുകളിലെ GB വരെ ഇനി അൺലിമിറ്റഡ് ആയിരിക്കും. ജിയോ ഭാരത് ജിയോ ഫോൺ ഉപഭോക്താക്കൾക്ക് നിലവിലെ പ്ലാൻ തുടരും. ലോക തിരഞ്ഞെടുപ്പിന് പിന്നാലെ നിരക്ക് വർധനവുണ്ടാവുമെന്ന അഭ്യൂഹം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഒരു സ്ഥാപനം നഷ്ടം വന്നാലും പിടിച്ചു നിൽക്കാൻ നേരിയ വർധനവ് സാധാരണ പോലെ ഉണ്ടാവുന്നത് പതിവാണ്. എന്നാൽ അംബാനി ഇത്രയും വലിയ വർധനവ് അങ്ങനെ നടത്തിയാലും ആരും പ്രതികരിക്കാനില്ല എന്ന ഉത്തമ ബോധ്യത്തിലാണ് ജിയോ സ്ഥാപനത്തിലുള്ളത്. ലോക ധനികരുടെ പട്ടികയിൽ എത്താനുള്ള അദാനി അംബാനിമാരുടെ മത്സരത്തിന് വർധനവ് അത്യാവശ്യമാണ്. ജിയോ എത്രയോ കോടികൾ ലാഭത്തിലാണെങ്കിലും വില വർധനവ് നടത്തുന്നു. അതുമൂലം മറ്റ് മൊബൈൽ കമ്പനികൾക്കും ഗുണമുണ്ടാക്കി കൊടുക്കാനും കഴിയുന്നു. ഉപഭോക്താക്കളെക്കാൾ വില കൽപ്പിക്കുന്നത് കോർപ്പറേറ്റുകളെയാണ്. കോടീശ്വരന്മാരാക്കുക എന്നതിനാലാണ് പ്രാധാന്യം നൽകുന്നതെന്നും സാമ്പത്തിക അംബാനിയുടെ സ്ഥാപനത്തിൻ്റെ നെടും തൂൺ ഉപഭോക്താക്കളാണെങ്കിലും പക്ഷേ സത്യം മറന്നാണ് കോർപ്പറേറ്റുകളെ സഹായിക്കാൻ ഇവർ തുനിയുന്നതെന്നാണ് അറിയുന്നത്. ബെപ്കോവിൽ സർവത്ര അഴിമതി. അനധികൃത സ്വത്ത് സമ്പാദ്യങ്ങളെപ്പറ്റി സമഗ്ര അന്വേഷണം വേണമെന്ന് ആവശ്യം വ്യാപകമാകുന്നു. എക്സൈസ് വകുപ്പും മദ്യനയവും ബാർ ഉടമകളെയും മദ്യ കമ്പനികളെയും അകമഴിഞ്ഞ് വഴിവിട്ട് സഹായിക്കുന്നതായി പ്രതിപക്ഷവും ആരോപിക്കുന്നു. ഭരണകക്ഷികൾക്ക് ധനനേട്ടമുണ്ടാക്കാൻ ബാറുകാരെയും മദ്യ ഉൽപ്പാദകരെയും സഹായിക്കുന്നതിനാൽ സർക്കാർ ഖജനാവിന് കനത്ത നഷ്ടം വരുത്തുന്നതായും മദ്യ ഉപഭോക്താക്കളായ മദ്യപന്മാരെ പിടിച്ചുപറി നടത്തി ചൂഷണം ചെയ്യുന്നതായും മദ്യപന്മാർ ആരോപിക്കുന്നു. ബെപ്കോയിലെ ഉദ്യോഗസ്ഥരിൽ ഒരു വലിയ വിഭാഗം പേരും ചുരുങ്ങിയ കാലം കൊണ്ട് 2-3 വീടുകളും ലക്ഷങ്ങളുടെ സമ്പാദ്യങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ആരോപണവും ഉയരുന്നുണ്ട്. ലേഡി സൂപ്പർ സ്റ്റാർ തട്ടിപ്പുകാരി അവതാരം ബെപ്കോയിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിപ്പ് നടത്തിയ വിവാദമായി തെളിവുകൾ സഹിതം വാർത്തകൾ പുറത്തു വന്നിട്ടും പ്രതി ഇന്നും പിടികിട്ടാപ്പുള്ളിയായി വിലസുകയാണ്. സർക്കാരിനെതിരെ ആരോപണം ഉന്നയിക്കുന്നവരെയും സർക്കാരിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പരാതികളുമായും രംഗത്ത് വരാൻ എപ്പോഴും തയ്യാറാവുന്ന ഇത്തരം പിടികിട്ടാപ്പുള്ളികൾ പോലീസിൻ്റെ കണ്ണിൽ രക്ഷാപ്രവർത്തകരാണെന്ന് UDF നേതാക്കൾ ആരോപിക്കുന്നു. അനധികൃത സ്വത്ത് സമ്പാദിച്ചു എന്ന ബെപ്കോയിലെ റീജിയണൽ മാനേജർ റാഷയുടെ പേരിൽ നടപടി എടുക്കുമ്പോഴും മറുഭാഗത്ത് അഴിമതിയുടെ കൂത്തരങ്ങാണ് ബെപ്കോയിൽ എന്നും ജനങ്ങൾ ആരോപിക്കുന്നു. ഇതേപ്പറ്റിയെല്ലാം സമഗ്ര അന്വേഷണം വേണമെന്നാണ് പൊതുജനങ്ങൾ ആവശ്യപ്പെടുന്നത്. TP വധക്കേസ് കുഞ്ഞനന്തൻ്റെ ഭാര്യയും മറ്റു പ്രതികളും സുപ്രീം കോടതിയിൽ. TP വധക്കേസ് കുഞ്ഞനന്തൻ നിരപരാധി. ശിക്ഷയ്ക്കും പിഴയ്ക്കുമെതിരെ ഭാര്യ BP ശാന്ത സുപ്രീം കോടതിയിൽ. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ഹൈക്കോടതി വിധിക്കെതിരെ അന്തരിച്ച CPM നേതാവ് PK കുഞ്ഞനന്തൻ്റെ ഭാര്യ VP ശാന്ത സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു. കേസിൽ കുഞ്ഞനന്തൻ കുറ്റക്കാരനാണെന്ന ഹൈക്കോടതിയുടെ വിധിക്കെതിരെയാണ് ഹർജിയുമായി ഭാര്യ സുപ്രീം കോടതിയിൽ എത്തിയത്. 1 ലക്ഷം രൂപ പിഴ വിധിച്ച വിചാരണ കോടതിയുടെ വിധി കുഞ്ഞനന്തൻ മരിച്ചതിനാൽ ഈ തുക ഭാര്യ ശാന്ത കെട്ടണമെന്നാണ് ഹൈക്കോടതി വിധിച്ചിരിക്കുന്നത്. അത് റദ്ദാക്കാനും കൂടിയാണ് ആവശ്യം. മറ്റ് പ്രതികളും ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി. കേസിൽ ശിക്ഷിക്കപ്പെട്ട 8 പേരാണ് സുപ്രീം കോടതി അപ്പീൽ നൽകിയത്. കേസിലെ ആദ്യ 5 പ്രതികളായ അനൂപ്, കിർമാനി മനോജ്, കൊടിസുനി
രജീഷ് മുഹമ്മദ് ഷാഫി എന്നിവർക്കും പ്രതിയായ ഷിനോജിനും ഹൈക്കോടതി ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരുന്നു. ഇതിനെതിരെയുമാണ് ഈ കുറ്റവാളികൾ സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. ഇന്നലെ 6 പ്രതികൾക്ക് വിചാരണ കോടതി ജീവപര്യന്തം വിധിച്ചിരുന്നു. ഇതിനെതിരെയാണ് ഇവർ ഹൈക്കോടതിയിൽ പോയത്. ഹൈക്കോടതി കേസ് തള്ളിയിരുന്നു. ഈ നടപടിക്കെതിരെയാണ് സുപ്രീം കോടതിയിൽ എത്തിയത്. ഈ 6 കുറ്റവാളികളും അപ്പീൽ ഹർജി വെവ്വേറെയാണ് നൽകിയിട്ടുള്ളതെന്ന് ആണ് അറിയാൻ കഴിയുന്നത്. മധ്യവേനൽ അവധിക്ക് ശേഷം കോടതി തുറന്നാൽ ഈ ഹർജികൾ പരിഗണിക്കും. 12 കൊല്ലം ജയിൽ ശിക്ഷ അനുഭവിച്ചു എന്നും ഇവർ അവകാശപ്പെടുന്നു. എന്നാൽ സർക്കാർ നൽകിയ പരോൾ കൂടി കണക്കിലാക്കിയാൽ എത്ര കാലം ജയിലിൽ കിടന്നുവെന്ന കണക്കും അറിയുന്നില്ല. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്. ജയിക്കുന്ന സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണോ, ജില്ലയിൽ നിന്നുള്ള സ്ഥാനാർത്ഥി വേണോ എന്നതാണ് തർക്കമെന്ന് അണികൾ. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ നിന്നുള്ള നേതാക്കളെ തന്നെ മത്സരിപ്പിക്കണം എന്ന ആവശ്യം കോൺഗ്രസിൽ ശക്തമാകുന്നു. വിജയം ഉറപ്പുള്ള മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ ഇറക്കുമതി ചെയ്യുന്നത് എന്തിനാണെന്നാണ് പാലക്കാട് പാർട്ടിയിൽ ഉണ്ടാകുന്ന വികാരം. രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിപ്പിക്കുമെന്ന് നേരത്തെ പുറത്തു വന്ന വാർത്ത. VT ബൽറാം, PV രാജേഷ്, A തങ്കപ്പൻ, DCC പ്രസിഡന്റ് സുമേഷ് അച്യുതൻ എന്നിവരെയാണ് കാണുന്നത്. VT ബൽറാം ജയിക്കുകയും തോൽക്കുകയും ചെയ്തിട്ടുണ്ട്. തങ്കപ്പനും മത്സരിച്ച് തോറ്റിട്ടുണ്ട്. കവുങ്ങിനും തെങ്ങിനും ഒരേ തളപ്പിടാൻ ആകില്ല. പാലക്കാട് നിന്നുള്ളവർ മത്സരിച്ചാൽ ജയിക്കുമോ എന്ന് മനസ്സിലാക്കാൻ പാടൂർ പണിക്കരെ കാണേണ്ട എന്നാണ് ജനങ്ങൾ പറയുന്നത്. AB ഗോപിനാഥ് എങ്ങനെയാണ് തോറ്റത് ജനങ്ങൾക്കറിയും. ഷാഫി ജയിക്കാൻ കിട്ടിയ വോട്ട് തന്നെയാണ് AB ഗോപിയെ തോൽക്കാനും കാരണമായത്. ആദ്യം പരിശോധിക്കേണ്ടത് സർവേ ഫലമാണ്. ഈ 4 പേർക്ക് ജനങ്ങളുടെ പിന്തുണ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കണം. മുല്ലപ്പള്ളി ചിറ്റൂര് 5000 വോട്ടിന് കൃഷ്ണൻകുട്ടിയോട് തോറ്റത് ഇറക്കുമതി സ്ഥാനാർത്ഥി ആയതുകൊണ്ടല്ല. മുല്ലപ്പള്ളി ചിറ്റൂരിലേക്ക് വേണമെന്ന് VS വിജയരാഘവനും അന്തരിച്ച NB മയിൽസ്വാമിയും ആവശ്യപ്പെട്ടപ്പോൾ ലീഡർ പറഞ്ഞത് എന്താണെന്ന് VSന് കൃത്യമായി അറിയും. അതുതന്നെയാണ് ചിറ്റൂരിൽ സംഭവിച്ചത്. ഒരു വിഭാഗം പാലം വലിച്ചു. ആരാണെന്ന് പഴയ സീനിയർ കോൺഗ്രസുമാർക്ക് അറിയും. മുകൾത്തട്ട് മാത്രം നോക്കിയാൽ പോലെ അടിത്തട്ടും അറിയണം എന്നും ചില കോൺഗ്രസുകാർ ചൂണ്ടിക്കാട്ടുന്നു. ഷാഫി കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചു കയറിയത് എങ്ങനെയെന്ന് ജനങ്ങൾക്ക് 3 മുന്നണി നേതാക്കൾക്ക് നല്ലപോലെ അറിയും. അവസാനം ഒരു പഞ്ചായത്തിലെ വോട്ടെണ്ണിയപ്പോൾ ജനങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. E ശ്രീധരനെ പിന്നിലാക്കി ഷാഫി മുന്നേറി. അതാണ് അസംബ്ലിയിൽ സ്പീക്കർ AM ഷംസീർ ഷാഫിയെ ചൂണ്ടി പറഞ്ഞത്. ഒരുപാട് വേണ്ട, അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഈ ഔദാര്യം കാണിക്കില്ല എന്നാണ് മുന്നറിയിപ്പ് നൽകിയത്. ഭരണവിരുദ്ധ വികാരം എല്ലാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുമെന്ന് പറയാനാകില്ല എന്ന് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നു.